തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രചാരണം അവിടെയും അവസാന ലാപ്പിലാണ്. പ്രചാരണത്തിൽ ഒരു പടി മുന്നിൽ എത്തിയതിന് ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എങ്ങനെ നോക്കിക്കാണും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം, രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാലും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാന ലാപ്പിൽ പ്രചാരണം എങ്ങനെയാണ് മുന്നണികൾ കൊണ്ടുപോകുന്നത്? അപ്പോൾ തന്നെ എൻ.ഡി.എ ക്യാമ്പിന്റെ ആത്മവിശ്വാസം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എത്തരത്തിലാണ്? തീർച്ചയായും ലക്ഷ്മി, നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു മുന്നണിക്ക് മാത്രമായി പിടികൊടുക്കുന്ന ഒരു മണ്ഡലമല്ല. ആ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, കൃത്യമായി ഒരു മുന്നണിക്ക് മാത്രം സ്ഥിരമായി വോട്ട് ചെയ്തു വരുന്ന ഒരു പാരമ്പര്യം തിരുവനന്തപുരത്തിന് പണ്ട് മുതലേ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ LDFും UDFും ഒക്കെ തന്നെ മാറി ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും NDA ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നത് കഴിഞ്ഞ 2 തവണയായി 2ാം സ്ഥാനത്ത് വരുന്ന മുന്നണി എന്ന് പറയുന്നത് NDA ആണ്, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയാണ് 2 തവണയായി 2ാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ശശി തരൂരിന് പറ്റിയ ഒരു എതിരാളിയെ തന്നെ NDA അവിടെ അവതരിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വ്യവസായ പ്രമുഖനാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ മൊബൈൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തി. BPL മൊബൈലിന് ഈ പറഞ്ഞ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ച ഒരു വ്യവസായ പ്രമുഖൻ എന്നുള്ള നിലയിൽ കൂടി നോക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് ഇത്തരത്തിലുള്ള ഒരാൾ ഇവിടെ വരണം. പ്രത്യേകിച്ചും വലിയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ പ്രതിനിധിയായി വരണമെന്നുള്ള ജനകീയമായ അവരുടെ ഈ അത്തരത്തിലുള്ളൊരു സ്പന്ദനം നമ്മൾക്ക് ഈ സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളുടെ സർവേ പോലും വരികയാണ്. പക്ഷേ 3 മുന്നണികളും ചിട്ടയായ പ്രവർത്തനം തന്നെ നടത്തി തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധിയാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തലസ്ഥാന ജില്ല എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 2 തവണയായി ശശി തരൂർ ഇവിടെ നിന്നും വിജയിച്ച ഒരു പാരമ്പര്യമുണ്ട്. പക്ഷേ ഇനിയും ശശി തരൂരിനെ വിജയിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന് എന്ത് നേട്ടം എന്നുള്ളൊരു ചോദ്യം ശശി തരൂരിൻ്റെ യാത്രയിൽ പോലും വനിതാ വോട്ടർമാർ അടക്കം ഇറങ്ങി ചോദിക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതുമാത്രമല്ല, ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ വരെ തിരുവനന്തപുരത്തേക്ക് വന്ന് അവിടെ പ്രചാരണം കൊഴിപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ നിയോജക പാർലമെന്റ് മണ്ഡലങ്ങളുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ശശി തരൂരിന് വേണ്ടി വന്നിരുന്നു. CPIയുടെ നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് തന്നെ D രാജ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കൾ എല്ലാം തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടുത്തെ പ്രചാരണത്തെ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അവസാന ഘട്ടം, നാളെ വൈകിട്ട് പ്രചാരണം അവസാനിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ പ്രചാരണ രീതികളാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നത്. ഇന്ന് അദ്ദേഹം തീവണ്ടിയിലാണ് യാത്ര ചെയ്ത് പാറശാല മുതൽ തിരുവനന്തപുരം വരെ പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ട് യാത്രക്കാരുടെ ആവശ്യങ്ങളും അവരുടെ ദുരിതങ്ങളും അവരുടെ പ്രയാസങ്ങളും നേരിൽ മനസ്സിലാക്കാൻ അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു പ്രചാരണ രീതിക്കാണ് ഇന്ന് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചത്. അദ്ദേഹം പാറശാല മുതൽ തിരുവനന്തപുരം വരെ യാത്രക്കാർക്കൊപ്പം സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ടറിയുന്ന ഒരു പ്രത്യേക പ്രചാരണ രീതി തന്നെ അദ്ദേഹം കൈക്കൊണ്ടു. അങ്ങനെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, തീരദേശ മേഖല ഉൾപ്പെടുന്ന പ്രദേശം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. 76% നഗര വോട്ടർമാർ, ബാക്കിയുള്ളത് തീരദേശ വോട്ടർമാർ. അപ്പോൾ വിനോദ് പറഞ്ഞു വന്നതും അത് തന്നെയാണ്. അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഈ തീരപ്രദേശം എപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കും എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ നഗരമേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം സർക്കാർ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പത്മനാഭൻ്റെ മണ്ണ് സ്വന്തം മണ്ണ് പോലെ കരുതുന്നവരാണ്. അവർക്കിടയിൽ ഈ തരൂരിൻ്റെ ഒരു വിശ്വ പൗരൻ എന്നുള്ളൊരു ഇമേജ് വളരെയധികം അത് അനുകൂലമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ്, ടെക്കികളുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നഗരപ്രദേശത്തെ മറ്റു വോട്ടർമാരുടെ ഇടയിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുന്ന സ്വാധീനം അത് വളരെയധികം വലുതാണെന്ന് അതിശയോക്തി ഒട്ടുമില്ല നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, തീരമേഖലയുടെ ഒരു മനസ്സുകൂടി ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് അകലുന്നുവോ, മാത്രമല്ല പാളയത്തിലെ പടയും ശശി തരൂരിന് ഭീഷണിയാകുന്നു. അങ്ങനെയൊക്കെ പല വിലയിരുത്തലുകളുണ്ട്. ഈ തീരപ്രദേശത്തെ ആ ഒരു പ്രത്യേകതയാണ്, ആ പാറ്റേണിനെ കുറിച്ചാണ് വിനോദ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് ഞാൻ ഇടയിൽ കയറി ഇത്രയും കൂടി പറഞ്ഞത്. വിനോദ് തുടർന്നോളൂ.
തീർച്ചയായും തീരദേശ മേഖലയിൽ അവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും അവിടെ തീരദേശങ്ങൾ ഇടിയുന്ന പ്രശ്നം, അതേപോലെ തന്നെ കാലവർഷം പ്രത്യേകിച്ചും കടലേറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അതേപോലെ തന്നെ പുലിമുട്ടുകൾ കൃത്യമായി നിർമ്മിക്കാതെ പോയ ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ തീരദേശ മേഖലയിൽ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാം എന്നുള്ള നിലയിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് ശശി തരൂർ കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ പ്രയാസങ്ങൾ വളരെ കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പദ്ധതി പോലും നടപ്പാക്കിയിരുന്നില്ല. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേക സംഘം തന്നെ വലിയതുറ അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരിട്ട് വന്ന് മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, അവർക്ക് ഏതെല്ലാം നിലയിൽ പരിഹാരങ്ങൾ നൽകാനാകും, അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയും, അവർക്ക് എന്തെല്ലാം ക്ഷേമകാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിയും എന്നുള്ള വളരെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി അതവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വോട്ടർമാർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല, ശശി തരൂരിൽ വലിയ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് 2 തവണ അദ്ദേഹത്തിന് വോട്ട് കൊടുത്തത്. പക്ഷേ ഇത്തവണ ഇനിയും അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത മണ്ടന്മാരാകാൻ ഞങ്ങളില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര സംഘം വന്നു, പഠനങ്ങൾ തയ്യാറാക്കി, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു തവണ രാജീവ് ചന്ദ്രശേഖരനിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ നമ്മളോടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തീരദേശത്ത് അധിവസിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരവാസികൾക്കിടയിൽ തന്നെ ശശി തരൂരിൻ്റെ ഇമേജ് വളരെയധികം ഇടിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വന്ന മീറ്റു ആരോപണം, ഏറ്റവും അവസാനം വന്ന ആരോപണം, അതേപോലെ തന്നെ അദ്ദേഹം സ്ത്രീകൾക്കെതിരായി നടത്തിയ കേസുകളിൽ അദ്ദേഹം കൈക്കൊള്ളുന്ന സമീപനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തകർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ടെക്കി മേഖലയിൽ, പ്രത്യേകിച്ചും കഴക്കൂട്ടം പോലുള്ള മേഖലയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വാധീനം വളരെയധികമാണ്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BPL മൊബൈൽ വളരെ പ്രചാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മേഖലയിൽ തന്നെ നല്ല പേരുണ്ട്. അതുകൊണ്ട് ആ രംഗത്തുള്ളവർ, സാങ്കേതിക IT മേഖലയിലുള്ളവർ ഒക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. നമുക്കറിയാം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അതേപോലെ തന്നെ പാറശാല, നെയ്യാറ്റിൻകര തുടങ്ങിയ 7 നിയമസഭാ മണ്ഡലം, കോവളം അടക്കമുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് തിരുവനന്തപുരം. ഇവിടെ കോവളത്ത് മാത്രമാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ജയിച്ചത്. പക്ഷേ ലോക്സഭ വരുമ്പോൾ ആ വോട്ടിങ്ങിന്റെ പാറ്റേൺ മാറുകയാണ്. നിയമസഭയിൽ കൂടുതൽ LDF MLA മാർ ജയിച്ചെങ്കിലും LDF ഇവിടെ 3ാമത് പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരാൻ പോകുന്നു. അവിടെ തിരുവനന്തപുരത്തിൻ്റെ ഒരാൾ വിജയിക്കട്ടെ, അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയായി തന്നെ തിരുവനന്തപുരത്തിന് ലഭിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. ലക്ഷ്മി, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.